മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ചോദ്യം, ജീവിതം എനിക്ക് ബോറടിച്ച് തുടങ്ങി, ഒരു ഉന്മേഷവുമില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകളാണ് എനിക്ക്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ജീവിതം ബോറടിക്കുന്നു, അല്ലെങ്കിൽ അർത്ഥശൂന്യത, ലോൺലിനെസ്, പിന്നെ എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകളെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. ചിലരാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്ത കാരണം ശാരീരികമായിട്ട് വയർ അപ്സെറ്റ് ആകുക, അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ നെഞ്ചിടിപ്പ്, ആങ്സൈറ്റി, ഇങ്ങനെ ഡോക്ടർമാരെ മാറി മാറി കണ്ട് നിരാശരായിട്ട് നടക്കുന്ന വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. മൂന്നാമതൊരു കൂട്ടരുണ്ട്, ഇതൊന്നും തനിക്കൊരു പ്രശ്നമല്ല എന്ന് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ ഒരു എസ്കേപ്പിസം അവിടെ കാണുന്നുണ്ടോ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വില്യം ജെയിംസ് എന്നൊരു ചിന്തകൻ പറയുന്നത്, നമുക്ക് ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മളെ അംഗീകരിക്കുകയും അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രായമായി കഴിഞ്ഞ് റിട്ടയർഡ് ആയി കഴിഞ്ഞ് പലരും പറയും, പഴയ ജോലി ചെയ്തെടുത്ത് ചെല്ലുമ്പോൾ ആരും വകവയ്ക്കൊന്നുമില്ല, ആരും മൈൻഡ് ചെയ്തില്ല, പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, അവിടെയൊക്കെ എല്ലാം പുതിയ ആളുകളാണ്. അതേപോലെ ബിസിനസ് സാമ്രാജ്യമൊക്കെ ഉണ്ടാക്കി മക്കളെയൊക്കെ ഏൽപ്പിക്കും. പിന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ വളരെ സംസാരിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, നമ്മളവിടെ ചെയ്തു കൂട്ടിയ വലിയ വലിയ കാര്യങ്ങൾ ഒന്നും ഇപ്പോഴുള്ളവർക്കറിയില്ല. പിന്നെ അത് കൂടാതെ അറിഞ്ഞാൽ തന്നെയും ചിലപ്പോൾ അവരത് മൈൻഡ് ചെയ്തൊന്നും വരില്ല. കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് പോലെ, പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ട് ചെയ്ത ക്രൂരകൃത്യങ്ങളും നല്ല കാര്യങ്ങളുമൊക്കെ അറിയാവുന്നവരാരും തന്നെയില്ല. ഇതിലൊക്കെ അതീതനാണ്, ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് സുഖമായിട്ട് പോയിട്ട് വരാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടത്, നമുക്കാവുന്ന കാലത്ത് അവിടെ നല്ല ഭംഗിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മകന് എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാനുള്ളത് എന്താണ്? അവിടെ ഒരു ഇടത്താവളമായിരുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കണം. ഇപ്പം നമ്മൾ പുതിയ പന്ഥാവിലേക്ക് പോവുകയാണ്, പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മളും മാറി, നമ്മളുടെ കർമ്മ മേഖലയും മാറി. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്? അവിടെ ഉന്മേഷമായിട്ടിരിക്കാൻ ശ്രമിക്കണം. മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ആകപ്പാടെ ഒരു ഉന്മേഷം തോന്നും. അതുപോലെ തന്നെ ആയിരിക്കണം. ഇപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കംഫർട്ടബിൾ പേഴ്സൺ ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. നമ്മളോട് സംസാരിക്കാൻ സാധിക്കും. ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും ഒക്കെ കിട്ടുന്ന ഒരു സമയം പോലും നമ്മൾ പാഴാക്കരുത്. പ്രശ്നങ്ങളോ മനപ്രയാസമോ വരുമ്പം ആരെയെങ്കിലും വിളിച്ച് എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുക, അതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. ഈ ടി വിയിലൊക്കെ കാണുന്ന ചർച്ചകളായാലും രാഷ്ട്രീയമായാലും അതല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള എന്ത് കാര്യമായാലും എല്ലാം ഒരേ തലത്തിൽ നിന്ന് ചിന്തിക്കാനും അതേപോലെ കാണാനുമുള്ള ഒരു മനസാന്നിധ്യം നമുക്കുണ്ടാകണം. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക. ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഈ മുഷ്ടി ചുരുട്ടി ഇതിനകത്തിരിക്കുന്ന സാധനമാണ്. ഇതിനെ നമ്മൾ ആവശ്യത്തിന് തുറന്നു വിട്ടാൽ മതി. ഓരോന്നോരോന്നായി എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കളയുക, അങ്ങനെ വേണം. എപ്പോഴും നമ്മളൊരു പുതുമ നിലനിർത്താൻ ശ്രമിക്കണം. ഒരു ജോലി തന്നെ ഇൻട്രസ്റ്റിംഗ് അല്ലാതിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന മെത്തേഡൊന്ന് മാറ്റിപ്പിടിച്ചാൽ മതി. റിപ്പറ്റേറ്റീവായിട്ട് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും സാധിക്കില്ല. ഈ മഹാന്മാരായ വലിയ ആളുകൾ, ബുദ്ധിമാന്മാരുമൊക്കെ നമ്മൾ ചെയ്യുന്നത് കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ വ്യത്യസ്ത രീതിയിലാണെന്ന് മാത്രം. നമുക്ക് വായ തുറന്ന നെഗറ്റീവ് പറയുക, അതുപോലെ വികാരാവേശം, ഇതൊന്നും അല്ല വേണ്ടത്. അവരുമായിട്ട് കൂടിച്ചേരുക, ബീയിങ് വിത്ത് വൺനെസ് എന്ന് പറയും. ഒന്നായി തീരുക, ചേർന്ന് പോവുക, സന്ദർഭമനുസരിച്ച് വർത്തമാനം പറയുക, ഇങ്ങനെയൊക്കെ വേണം. നമുക്കൊരിക്കലും മറ്റുള്ളവരെ മാറ്റാൻ കഴിയുന്നില്ല, പക്ഷേ അവരുടെ ചില അഭിപ്രായങ്ങൾ നമ്മളെ മാറ്റാതിരിക്കണമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മതപണ്ഡിതൻ ഒരിക്കലും വലിയ പ്രസംഗം നടത്തുകയാണ്, ധാരാളം ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ ദിവസം ചെല്ലുന്തോറും ആൾ കുറഞ്ഞു വന്നു. ഒരു ദിവസം അദ്ദേഹം പ്രസംഗിച്ച സമയത്ത് ആരും അവിടെ ഇല്ല. അത് കണ്ടുകൊണ്ട് വന്ന ഒരാൾ പറഞ്ഞു, അങ്ങ് എന്തിനാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്, ഇവിടെ ആരും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും ദിവസം ഞാൻ സംസാരിച്ചത് മറ്റുള്ളവരെ പരിവർത്തനം നടത്താനാണ്, അവരെന്നെ മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്നാണ്. അതായത്
നമ്മുടെ ചിന്താഗതിയും മൂല്യാധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുന്ന സമയത്ത് ഒരു ഹ്യൂമർ സെൻസും ഒക്കെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. നമ്മുടെ മനസ്സ് നമ്മളെ പുറകിലാക്കിക്കൊണ്ട് മുന്നോട്ടങ്ങ് ഓടുകയാണ്. നമ്മളതിൻ്റെ പിറകിൽ ഇങ്ങനെ ഓടി ഓടി തളരുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ മനസ്സിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മളാണ് വലുതെന്നുള്ള ഒരു ധാരണ നമുക്ക് വേണം. അതിലേക്ക് യുക്തിപൂർവം കാര്യങ്ങളെ കൊടുക്കുന്ന സമയത്ത് മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമാകും. ആരും ഇഷ്ടപ്പെടാനില്ല എന്നുള്ള പരാതി എന്തുകൊണ്ടാണ്? അത് നമ്മുടെ കുറ്റം കൊണ്ടാണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം. മിക്കവാറും അങ്ങനെ തന്നെ ആകാനാണ് ചാൻസസ്. ഒരു ബിസിനസ്, ഒരു സ്ഥാപനത്തിൽ ജോലികളൊന്നും നടക്കുന്നില്ല, ആളുകൾക്കൊന്നും ഒരു ഉന്മേഷമില്ല, മോട്ടിവേഷനൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് കൂടി ഡയറക്ടർ ബോർഡ്. എന്നിട്ട് ഡയറക്ടർ ബോർഡ് എന്ത് തീരുമാനിച്ചു? അവർ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. പിറ്റേ ദിവസം ഈ ജോലിക്കാർ വന്ന സമയത്ത് മുൻവശത്തെ ഹാളിൻ്റെ അവിടെ ഒരു ബോർഡ് തൂക്കിയിട്ടു. നിങ്ങളെ ഇത്രയും നാൾ ഉപദ്രവിച്ച ആൾ ഇതിനകത്ത് മരിച്ചു കിടപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം നിങ്ങൾ കണ്ടിട്ട് വേണം ജോലിക്ക് പോകാൻ. ഇവരെ ഓരോരുത്തരായിട്ട് ചെന്ന് നോക്കിയപ്പോൾ അവർ വലിയ കണ്ണാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കാണുന്നത് ഇവരുടെ പ്രതിരൂപമാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത്രയും നാളും നമ്മുടെ ഈ ബോറായി അടിച്ച് നടന്നതിൻ്റെ ഉന്മേഷക്കുറവിൻ്റെയൊക്കെ കാരണം നമ്മൾ തന്നെത്താനാണ്. അത് മാറ്റുന്ന സമയത്ത് നമുക്ക് ഉന്മേഷം ഉണ്ടാകും എന്ന് കണ്ടു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തന്നെയാണ് നമ്മളാണ് നമ്മുടെ ശത്രു എന്ന് നമുക്ക് മനസ്സിലാകണം. അതുപോലെ ബോറടി തരുന്നതും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുമൊക്കെ നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. അത് നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഹെൻറി ഫോർഡിനെ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ അടുക്ക് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എപ്പോഴും എന്താ ഇങ്ങനെ ചുറുചുറുക്കായിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ അവിടെ ഇരിക്കും, അവിടെ നിന്നുകൊണ്ട് കണ്ടിന്യൂ ചെയ്യില്ല. അതുപോലെ തന്നെ കിടക്കാൻ കിട്ടിയാൽ കിടക്കും, ഇരിക്കാറില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യത്തിന് വിശ്രമം കൊടുക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും കാര്യങ്ങളെ ഹ്യൂമർ സെൻസോടുകൂടി നോക്കിക്കാണാനും ഒരു പുതിയ ഇനിയും നമുക്ക് ഒരുപാട് കടമ്പകൾ കടന്ന് ജീവിക്കാനുണ്ട്. അവിടെ എങ്ങനെയായിരിക്കണമെന്ന് ആലോചിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. വേറൊരു ചോദ്യോത്തരവുമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.